മുൻഗാമികൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. പരലോക ജീവിതത്തിന്റെ തുടക്കത്തിൽ അതാ ഖബറിലേക്ക് നമ്മൾ ചെന്നാൽ അവിടുത്തെ ലോകം നമ്മളെ വിട്ടുപിരിയുന്നില്ല. ഭൗതിക ലോകവുമായുള്ള മുഴുവൻ കമ്മ്യൂണിക്കേഷനും അവിടെ മുറിയാറില്ല. അതല്ലേ ഹദ്ദസനാ മുഹമ്മദ് ബിൻ ഹുസൈൻ, ഹദ്ദസനി യഹ്യ ബിൻ ബത്താം, ഹദ്ദസനി മുസ്മഉൻ, ഹദ്ദസനി റജുലുൻ മിൻ ആലി ആസിം അൽ-ജഹദരി, റഅയ്തു ആസിം അൽ-ജഹദരി ഫീ മനാമി ബഅദ മൗതിഹി ബിസനതൈൻ. ബഹുമാനപ്പെട്ട ആസിമുൽ ജഹദരി വഫാത്തായി 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഫഖുൽതു അലത്ത ഖദ് മിത്ത, എന്തേ നിങ്ങൾ മരിച്ചില്ലയോ? ബലാ, ഞാൻ മരിച്ചിട്ടുണ്ട്. ഫഅൈന അൻത, ഇപ്പോഴെവിടെയാണുള്ളത്? ഉടനെ മരണപ്പെട്ടുപോയ സ്വാലിഹായ മനുഷ്യൻ പറയുകയാണ്, അന വല്ലാഹി ഫീ റൗദത്തിൻ മിൻ റിയാലിൽ ജന്ന, ഞങ്ങള് സ്വർഗത്തിന്റെ ഒരു തോട്ടത്തിലാണുള്ളത്. അനവനഫറും മിൻ അസ്ഹാബി നജ്തമിഉ കുല്ല ലൈലത്തി ജുമുഅ, ഞാനും എന്റെ സഹകാരികളായ ഒരു പറ്റം ആളുകളും എല്ലാ ജുമയുടെ രാത്രിയിലും രാവിലെയും ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. ഇലാ ബക്കർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസനി, ബക്കർ ഇബ്നു അബ്ദുല്ലാഹിൽ മുസനി എന്ന് പറയുന്ന മഹാത്മാവിനോടൊപ്പം ഞങ്ങൾ കൂടാറുണ്ട്. എന്നിട്ടോ ഞങ്ങളുടെ വാർത്തകൾ പരസ്പരം കൈമാറ്റം ചെയ്യാറുണ്ട്. ഉടനെ ചോദിക്കുകയാണ്, അജ്സാദുക്കും അംബി അർവാഹിക്കും, നിങ്ങളുടെ ശരീരങ്ങളാണോ ഒരുമിച്ച് കൂടാറുള്ളത്, ആത്മാക്കളാണോ? ഉടനെ പറയുകയാണ്, ഹൈഹാത്ത, എന്തൊരു ചോദ്യമാണ്, ശരീരങ്ങൾ നശിച്ചു പോയില്ലേ, ആത്മാക്കളാണല്ലോ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, ഫഹൽ തഅലമൂന ബിസിയാറത്തിനാ ഇയ്യാകും, നിങ്ങൾ ഖബറിൽ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ സിയാറത്ത് ചെയ്യാമെന്നാൽ നിങ്ങൾ അറിയാറുണ്ടോ? അപ്പൊ ഖബറാളി പറയുകയാണ്, നഅം നഅലമു ബിഹാ അശിയത്തുൽ ജുമുഅ, ജുമുഅയുടെ രാവിൽ ഞങ്ങൾ പൂർണ്ണമായും അറിയാറുണ്ട്. വയൗമ സബ്തി ഇലാ തുലൂഇ ശംസി, സൂര്യോദയം വരെ ശനിയാഴ്ചയും അറിയാറുണ്ട്. ഫകൈഫ ദാലിക ദൂനൽ അയ്യാം, മറ്റു ദിവസങ്ങളിൽ അറിയാതെ വെള്ളിയാഴ്ച നിങ്ങൾ അറിയാനുള്ള കാരണം എന്താണ്? ഉടനെ ഖബറാളികൾ പറയുന്നു, ലിഫളിൽ യൗമിൽ ജുമുഅ വഅളമതിഹി, വെള്ളിയാഴ്ചക്ക് അല്ലാഹു തആല നൽകിയ മഹത്വം കൊണ്ടാണ് അന്ന് സന്ദർശിക്കുന്ന ആളുകളെ വെരിഫൈ ചെയ്യുന്നു. അല്ലാത്ത സമയത്തും സന്ദർശിക്കുന്നവരെ ഖബറാളികൾ അറിയാറുണ്ടെന്ന് ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസ്, ഇമാം ഇബ്നു മാജ പഠിപ്പിക്കുന്ന ഹദീസ്, അത്തദ്കിറ ഫീ അഹ്വാലിൽ മൗതാ വൽ ആഖിറ എന്ന ഗ്രന്ഥത്തിൽ അതാ ഇമാമുൽ ഖുർതുബി രേഖപ്പെടുത്തുന്നു. അനവധി ഇമാമുകൾ പഠിപ്പിക്കുന്നു. അപ്പൊ വാപ്പാന്റെ ഖബറിന്റെ അടുക്കിലേക്ക് മക്കൾ ചെന്നാൽ, മക്കളുടെ ഖബറിന്റെ അടുക്കിലേക്ക് വാപ്പ ചെന്നാൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഖബറിന്റെ അടുക്കിലേക്ക് ചെന്നാൽ ഖബറാളികൾ അറിയുന്നു. വയസ്തഅനിസൂന ബിസിയാറതിഹിം, ബന്ധുക്കളുടെ സിയാറത്ത് കൊണ്ട് ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് നേരം പോക്കാണ്. അതുകൊണ്ട് റമളാൻ മാസത്തിൽ നമ്മുടെ ബന്ധുക്കളെ, മാതാപിതാക്കളെ, മരിച്ചുപോയവരെ സിയാറത്ത് ചെയ്യേണ്ട മാസമാണ്. വിശ്വാസികളെ വിട്ടുപോകണ്ട. ഈ ഗ്രന്ഥത്തിൽ തന്നെ കാണാം, എല്ലാ വെള്ളിയാഴ്ചയും ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്ന മക്കളുണ്ട്. ആ മക്കൾ വരുമ്പോഴേക്ക് ഖബറാളികൾക്കും അയൽവാസികൾക്കും വലിയ സന്തോഷമാണ്. അപ്പൊ പറയാറുണ്ട്, ഓ പ്രിയപ്പെട്ട മോളെ അല്ലെങ്കിൽ കൂട്ടുകാരി, നിന്റെ മോൻ ഇന്ന് സിയാറത്തിന് വരുമല്ലോ, ഖുർആൻ ഓതുമ്പോ നമുക്ക് നേരം പോക്കാണല്ലോ എന്ന ആത്മീയ ലോകത്ത് അർവാഹകൾ തമ്മിൽ, ആത്മാക്കൾ തമ്മിൽ ചർച്ച ചെയ്യാറുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വാപ്പാനെ ഉമ്മാനെയൊക്കെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മറമാടിയിട്ട്
തിരിച്ചിങ്ങ് നടന്നാ പോരാ. കഴിവതും വെള്ളിയാഴ്ച ജുമയ്ക്ക് അവിടെ കൂടുന്നവർ ഒന്ന് സിയാറത്ത് ചെയ്തേക്കണം. അല്ലെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നമ്മളൊന്ന് സിയാറത്ത് ചെയ്തേക്കണം. റമദാൻ മാസത്തിൽ എന്തായാലും ഒന്ന് സിയാറത്ത് ചെയ്യണം. 27 രാവ് വ്യാപകമായി സിയാറത്ത് നടക്കാറുണ്ട്. അത് മുൻകാലത്തെ നടന്നു വരുന്ന കാര്യമാണ്. അതുകൊണ്ടത് വിട്ടുപോകണ്ട. അതാ ഖബർ സന്ദർശിക്കുന്ന ആളുകളെ കൊണ്ട് ഖബറാളിക്ക് നേരം പോക്കാണ്. നീ നല്ല പുതുവസ്ത്രം ധരിച്ച് നല്ല ഭക്ഷണം കഴിക്കാൻ പെരുന്നാളിന് പോകുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പേരിൽ തക്ബീർ ചൊല്ലിയിട്ട് വാപ്പാന്റെ ഖബറിന്റെ അടുക്കിലേക്കൊന്ന് ചെന്നോ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. പണ്ട് കയ്യിൽ പിടിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് കുട്ടിപ്രായത്തിൽ നിസ്കരിക്കാൻ അറിയാഞ്ഞപ്പോ പുടവയും ഇട്ട് വന്ന് അത്തറും തേച്ചിട്ട് സഫിൽ പിടിച്ചു നിർത്തിയ വാപ്പ ഖബറിലാണ്. ഞാനിന്ന് എന്റെ മോനെയും കയ്യിൽ പിടിച്ചിട്ടാ വന്നത്. നാളെ അവൻ എന്റെ ഖബറിന്റെ അടുക്കൽ വരണമെങ്കിൽ ഞാൻ പെരുന്നാള് സദ്യക്ക് മുമ്പ് എന്റെ വാപ്പാന്റെ ഖബറൊന്ന് സന്ദർശിക്കട്ടെ. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ കൽബിൽ വന്നോട്ടെ. മോമിനീങ്ങളെ സൽക്കർമ്മമാണ്.